ഗൈസ്, ഇത് നമ്മുടെ സ്വന്തം ബോധവനം പള്ളി, മാർത്തോമ ചെറിയ പള്ളിയാണ്. അവിടുത്തെ പെരുന്നാൾ കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയത്. അവിടെ എല്ലാവർക്കും പാർക്കിംഗ് സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പോഴായാലും നല്ല തിരക്കുണ്ട്, പെരുന്നാൾ കഴിഞ്ഞിട്ടായാലും. അന്നേരം ഇതൊക്കെ കാണിക്കുന്നത് നമ്മൾ വന്നു കഴിഞ്ഞ് അവിടെ റോഡിൻ്റെ അരികത്ത് തന്നെ കളിപ്പാട്ടങ്ങളും കമ്മൽ കിട്ടുന്ന സ്ഥലങ്ങളും ഓർണമെൻറ്റ്സും പിന്നെ ഷോള്, ഡ്രസ്സ്, പിന്നെ പാത്രങ്ങൾ, അങ്ങനെ എല്ലാത്തിൻ്റെയും കളക്ഷൻസ്, നല്ല രീതിക്ക് കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. കമ്മലിൻ്റെയൊക്കെ വളരെ വിലക്കുറവിൽ 10 രൂപ, 20 രൂപ തൊട്ട് 50 രൂപയുടെ കമ്മലുകളൊക്കെ വരെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങളായാലും ഇപ്പം മുളക് ബജി പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചൊക്കെ ട്രൈ ആക്കി. പിന്നെ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ മെയിൻ എന്ന് പറയുന്ന റൈഡ്സൊക്കെ ആയിരുന്നു, നമ്മുടെ ആകാശ ഊഞ്ഞാലും അല്ലാത്ത അങ്ങനെയുള്ള റൈഡ്സും പരിപാടികളൊക്കെ. ഇത് എക്സിബിഷനാണ്. അവിടെ എക്സിബിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വഴിയുണ്ടായിരുന്നു. അതിലേക്ക് ഫുള്ള് ആളുകൾ കയറിയിട്ടുണ്ടായിരുന്നു. ഫുള്ള് ഒരു ചെറിയ സ്ഥലത്ത് തന്നെ എല്ലാ രീതിക്കുള്ള സാധനങ്ങൾ അവർ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മേടിക്കാൻ പാകത്തിന്. അന്നേരം അതിൽ പാത്രങ്ങൾ, തുണി, മുണ്ട്, ഷർട്ട്, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് അതിലുണ്ടായിരുന്നു. പിന്നെ കഴിക്കാൻ പാകത്തിനുള്ള പലഹാരങ്ങൾ, പിന്നെ പോപ്കോൺ പോലെ അവിടെ തന്നെ ഉണ്ടാക്കുന്ന പലതും നമുക്ക് അവിടെ തന്നെ ഉണ്ടാക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ കുറേ മേടിച്ചു. പിന്നെ പള്ളിപ്പെരുന്നാൾ നന്നായിട്ട് ലൈറ്റ് ഇട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരക്കിൻ്റെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും പക്ഷേ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ശരിക്കുള്ള പെരുന്നാളിൻ്റെ ദിവസം പോലെ അല്ലായിരുന്നു ഇന്നലത്തെ തിരക്ക്. ഇതായിരുന്നു പള്ളിയുടെ മുന്നിൽ പ്രാർത്ഥന നടക്കുമായിരുന്നു. ഇത് അവിടുത്തെ വലിയ പള്ളി. നമ്മൾ ആദ്യം കണ്ട ചെറിയ പള്ളി, ഇത് വലിയ പള്ളി, മാതാവിൻ്റെ പേരിലുള്ള. അവിടെയും ലൈറ്റ് ഇട്ടുണ്ടായി, നല്ല ഭംഗിയുള്ള ലൈറ്റായിരുന്നു. പിന്നെ ഇതിൻ്റെ അരികത്ത് നോക്കിയാൽ തന്നെ അവിടെ ആകാശ ഊഞ്ഞാൽ നടക്കുന്നതും ഒക്കെ കാണാൻ പറ്റുമായിരുന്നു. നല്ല ഭംഗിയായിട്ടാണ് അവർ ലൈറ്റ് ഇട്ടേക്കണത്. 2 പള്ളികളും, ചെറിയ പള്ളിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വലിയ പള്ളി നല്ല ഭംഗിയായിട്ട് കാണാം. ദൂരെ നിന്ന് നല്ല ഭംഗിയായിട്ട് കാണാൻ. ഇതാണ് അവിടെ നടക്കുന്ന ആകാശ ഊഞ്ഞാലും ഒക്കെയുള്ള വിഷ്വൽസ്. ഇതാണ് നല്ല രസമായിരുന്നു. അവിടുത്തെ ആൾക്കാരുടെ ഒച്ചയും എല്ലാ അനൗൺസ്മെൻറ്റ്, അവിടെയൊക്കെ അനൗൺസ്മെൻറ്റ് നടക്കുന്നതൊക്കെ അടുത്തുനിന്ന് കേൾക്കാം. നല്ല സൗണ്ടായിരുന്നു. ഇത് വലിയ പള്ളിയുടെ അകത്തെ വിഷ്വൽസാണ്. ഇതാണ് അവിടുത്തെ ഗ്രൗണ്ട്, ആകാശവാണിയുടെയൊക്കെ നടക്കുന്ന ഗ്രൗണ്ടിൽ ഞാൻ പോയി ജസ്റ്റ് നോക്കിയതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു, ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ വീണ്ടും വന്നിട്ട് വലിയ പള്ളിയിൽ നിന്ന് നടന്ന് ചെറിയ പള്ളിയിലേക്ക് വന്നു. ഇവിടുത്തെ വിഷ്വൽസാണിത്. എനിക്ക് അവിടെ നിന്ന് പോരാൻ തോന്നിയില്ല, കാരണം അത്രയും നല്ല ഭംഗിയായിരുന്നു രാത്രി വിഷ്വൽസ് കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് അവിടുത്തെ വിഷ്വൽസ് അവർ ഇതാക്കിയേക്കണം. നല്ല രസമായിരുന്നു വിഷ്വൽസ് എല്ലാം കാണാൻ. അപ്പം ശരി, ബായ്.